മലയാള സിനിമാ ലോകത്തെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വിവിധ വെളിപ്പെടുത്തലുകൾ വരികയാണ്. ഇത്തരത്തിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മുൻകാല നടി സൗമ്യയാണ്. സൗമ്യയുടെ വാക്കുകൾ പക്ഷേ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. മലയാള സിനിമ മാത്രമല്ല മറ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും ഇതുപോലുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളായിരുന്നു സൗമ്യയുടെ വാക്കുകൾ. തമിഴ് സംവിധായകനെതിരെ ഞെട്ടിപ്പിക്കുന്ന ബലാത്സംഗ ആരോപണമാണ് നടി ഉന്നയിക്കുന്നത്. മലയാളത്തിൽ ഒരു കാലത്ത് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത നടിയാണ് സൗമ്യ. എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ സുജാത, നീലക്കുറുക്കൻ, അദ്വൈതം, പൂച്ചക്കാര് മണികെട്ടും എന്നീ ചിത്രങ്ങളിലെ സൗമ്യയുടെ വേഷങ്ങൾ ശ്രദ്ധേയമാണ്. അദ്വൈതം സിനിമയുടെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് എന്ന ഗാനത്തിലെ നടിയെ മലയാളികൾ അത്ര വേഗം മറക്കില്ല. സിനിമാ ലോകത്തെ ലൈംഗിക പരാതികൾ പരിശോധിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച സംവിധായകനെ സംബന്ധിച്ച് പരാതി നൽകുമെന്നാണ് സൗമ്യ പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോക്ടർ സുജാത തന്റെ സിനിമാ കരിയറിലെ ആദ്യകാലത്ത് പ്രമുഖ സംവിധായകൻ തന്നെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി വെളിപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ ലോകം വിട്ട സൗമ്യ NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. സംവിധായകൻ തന്നെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല മാനസികമായും ശാരീരികമായും ലൈംഗികമായും തന്നെ അടിമയാക്കി എന്നാണ് പറയുന്നത്. വിനോദത്തിനായി സംവിധായകൻ തന്റെ ജനനേന്ദ്രിയത്തിൽ വടികയറ്റി എന്നാണ് അഭിമുഖത്തിൽ നടി ആരോപിക്കുന്നത്. ഇതാദ്യമായല്ല സൗമ്യ പീഡനത്തെക്കുറിച്ച് പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ തന്റെ അമ്മായി നടി ലക്ഷ്മി രാമകൃഷ്ണനുമായുള്ള അഭിമുഖത്തിൽ താൻ അനുഭവിച്ച അനുഭവം സംബന്ധിച്ച് നേരത്തെയും ഡോക്ടർ സുജാത വെളിപ്പെടുത്തിയിരുന്നു. തനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഭാര്യയോടൊപ്പം ആദ്യമായി സമീപിച്ച സംവിധായകൻ തന്നെ ലൈംഗിക അടിമയായി വളർത്തിയെടുത്തു എന്നാണ് താരം വെളിപ്പെടുത്തിയത്. സൗമ്യ പറയുന്നതനുസരിച്ച് 18-ാം വയസ്സിൽ ഒരു പ്രമുഖ നടി അവർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് അവരെ സമീപിച്ചു. അവരുടെ ഭർത്താവായ പ്രമുഖ സംവിധായകനാണ് ഓഡീഷൻ നടത്തിയത്. എന്നാൽ ആദ്യ ദിവസം തന്നെ ഇയാളുടെ പെരുമാറ്റം മോശമായതോടെ പനി പോലും വന്നു. പടത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് മടങ്ങി. എന്നാൽ പിതാവിനെ വിളിച്ച് വലിയ തുക വാഗ്ദാനം നൽകിയതോടെ അച്ഛന്റെ നിർബന്ധപ്രകാരം അഭിനയിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഭാര്യ സംവിധായികയായി വന്നെങ്കിലും അയാൾ തന്നെയായിരുന്നു സംവിധാനം. പിന്നീട് അയാൾ തന്ത്രപൂർവ്വം ഒരു അച്ഛൻ ഇമേജ് എന്നിലുണ്ടാക്കി എന്റെ ഇഷ്ടം പിടിച്ചു വാങ്ങി. അതെല്ലാം മാനിപ്പുലേഷൻ ആയിരുന്നു. പിന്നീട് ഭാര്യയില്ലാത്തപ്പോൾ ചുംബിച്ചു. പിന്നീട് ഒരു വിവാഹരംഗം എടുത്ത ശേഷം പട്ടുസാരിയിൽ വീട്ടിലെത്തിയപ്പോൾ ആ വേഷത്തിൽ പീഡിപ്പിച്ചു. ജനനേന്ദ്രിയത്തിൽ വടികയറ്റി. പിന്നീട് മലയാള സിനിമയിലേക്കും മറ്റും പോയപ്പോഴാണ് ഇത് കുറഞ്ഞത് എന്ന് സൗമ്യ പറയുന്നു. മലയാള സിനിമാ രംഗത്തും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പറയുന്ന നടന്റെ മോശം പെരുമാറ്റത്തിലാണ് താൻ സിനിമാ രംഗം വിട്ടത് എന്നാണ് സൗമ്യ പറയുന്നത്. ഗാനങ്ങൾ ചിത്രീകരിക്കുമ്പോൾ റിഹേഴ്സലിൽ ഇല്ലാത്ത രംഗങ്ങളിൽ ശരീരത്തിൽ കയറിപ്പിടിക്കുന്നത് പതിവാണെന്ന് നടി പറയുന്നു. ഇതെല്ലാം തുറന്നു പറയാൻ ഇപ്പോൾ അവസരം തന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്ന് സൗമ്യ പറയുന്നുണ്ട്. തന്നെ പീഡിപ്പിച്ച സംവിധായകൻ ഇപ്പോൾ 70 വയസ്സിൽ ഏറെയായി കാണും. അയാളെ ജയിലിൽ ആക്കുക എന്നതല്ല, ദൈവം എന്റെ കൂടെയുണ്ട് എന്നാണ് കരുതുന്നത്. ഒരു വിവാദം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമില്ല. പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അറിയണം. കൺസെന്റ് എന്നത് മഞ്ഞുമലയുടെ അറ്റമാണ്. മലയാള സിനിമയിൽ മാത്രം അല്ല, ഈ ചർച്ച എല്ലാ ഭാഷയിലും നടക്കണമെന്നും സൗമ്യ പറഞ്ഞു.